ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനിലെ സേഫ് ഫോൾഡർ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തതാണ്. നമുക്കറിയാം ഗൂഗിളിൻ്റെ തന്നെ ഒരു നല്ലൊരു ഫയൽ മാനേജറാണ് ഫയൽസ് ബൈ ഗൂഗിൾ. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സേഫ് ഫോൾഡർ, അതായത് നമുക്ക് പല രഹസ്യങ്ങളും സൂക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു സേഫ് ഫോൾഡർ എന്ന ഈ ഒരു ഓപ്ഷനിനെ കുറിച്ച് പല ആളുകൾക്കും കൃത്യമായിട്ട് അറിയില്ല. ഇതിലേക്ക് എങ്ങനെ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, ഇതെങ്ങനെ സെക്യൂറായിട്ട് സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും, ഇനി അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും, അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയലുകൾ നമുക്കെങ്ങനെ തിരിച്ച് നമ്മുടെ ഗാലറിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും, ഇതൊന്നും പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഫയൽ മാനേജർ. ഇത് സാധാരണ ഫയൽ മാനേജർ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാറ്റഗറി ആയിട്ട് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ആപ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഓരോന്നോരോന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കാണാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇവിടെ സേഫ് ഫോൾഡർ എന്ന് ഒരു ലോക്കിൻ്റെ ചിഹ്നത്തിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻ്റ് എല്ലാം ഇവിടെ സീക്രട്ടായിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. രണ്ട് ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, പിൻ നമ്പർ അതുപോലെ തന്നെ പാറ്റേൺ. ഞാനിപ്പോൾ പിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിൻ നമ്പർ, 4 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1 2 3 4 അത് തന്നെ ഞാനിപ്പോൾ റീ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഓക്കെ കൊടുക്കുക. ഈ സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. ഇത് മറന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ സേഫ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് രഹസ്യമായിട്ട് സൂക്ഷിക്കാം. ഞാനിപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് ഞാനിപ്പോൾ സേഫ് ഫോൾഡറിൻ്റെ അകത്തേക്ക് രഹസ്യമാക്കി വെക്കുകയാണ്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ടു സേഫ് ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 ആണ് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഉടനെ തന്നെ ആ ഫോട്ടോ ഗാലറിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇമേജിൽ ആ ഒരു ഫോട്ടോ ഇല്ല. ഇനി സേഫ് ഫോൾഡറിൻ്റെ അകത്താണ് ആ ഒരു ഫോട്ടോ ഉണ്ടാകുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ ചോദിക്കും. കൃത്യമായിട്ട് പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഞാൻ രഹസ്യമാക്കി വെച്ച ആ ഒരു ഫോട്ടോ. ഇനി ഇതിൽ നിന്നും നമുക്ക് ഗാലറിയിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ഔട്ട് ഓഫ് സേഫ് ഫോൾഡർ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അതിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് നേരെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നോക്കാം. ഗാലറിയിൽ ഇമേജ് എന്ന ഭാഗത്ത് ആ ഫോട്ടോ വീണ്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സേഫ് ഫോൾഡറിലേക്കും സേഫ് ഫോൾഡറിൽ നിന്ന് നമുക്ക് ഗാലറിയിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമ്മൾ പിൻ നമ്പർ മറന്നുപോയി. ഇപ്പം ഞാനിപ്പോൾ തെറ്റായ പിൻ നമ്പർ അടിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ പിൻ നമ്പർ മറന്നു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമുക്ക് പിൻ നമ്പർ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് കണ്ടോ, ഇവിടെ എവിടെയും നമുക്ക് പിൻ നമ്പർ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് നമ്മൾ ബാക്ക് വന്നിട്ട് ഇവിടെ ആ ഒരു ഫയൽ മാനേജറിൻ്റെ ഇടതുവശത്ത് മുകളിൽ 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സേഫ് ഫോൾഡർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചേഞ്ച് ലോക്ക് എന്ന ഭാഗമാണ് മുകളിലുള്ളത്. അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് പഴയ ആ ഒരു കറണ്ട് പിന്ന് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ കറണ്ട് പിന്ന്, നിങ്ങൾക്ക് ആദ്യത്തെ പിൻ നമ്പർ ഓർമ്മ വേണം. അത് എൻ്റർ ചെയ്താലേ നിങ്ങൾക്ക് അതിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് റീസെറ്റ് സേഫ് ഫോൾഡർ എന്നാണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ച എല്ലാ ഫയലുകളും ഒറ്റയടിക്ക് ഡിലീറ്റ് ആയി പോകും, നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഒരു പിൻ നമ്പർ ഉപയോഗിക്കുന്നെങ്കിൽ അതൊരിക്കലും മറന്നു പോകരുത്. മറക്കാത്ത ഒരു പിൻ നമ്പർ തന്നെ ഇതിൽ എൻ്റർ ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ വെച്ചിട്ട് പുതിയ ഒരു സേഫ് ഫോൾഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള പുതിയതായിട്ടുള്ള നല്ലൊരു പിൻ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 111 തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പുതിയൊരു പിൻ നമ്പർ. ഓക്കെ, ഇപ്പോൾ പുതിയൊരു സേഫ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പഴയ ആ ഒരു ഫയലുകളൊന്നും തന്നെ നമുക്കതിൽ നിന്നും തിരിച്ചു കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ഇപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. വീണ്ടും നേരത്തെ പോലെ തന്നെ അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ താഴെ മൂവ് ടു സേവ് ഫോൾഡർ എന്ന ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ സേഫ് ഫോൾഡറിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സേഫ് ഫോൾഡറിൽ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പർ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു സേഫ് ഫോൾഡറിൽ നിങ്ങൾ സൂക്ഷിച്ച ഫയലുകളൊന്നും തന്നെ മറ്റൊരു ഫോണിൽ ഇതേ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടുത്തെ സേഫ് ഫോൾഡർ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇതൊരു മെയിൽ ഐ ഡിയിലും പാസ്വേഡിലും നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു സേഫ് ഫോൾഡർ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ഫോണാണോ ഉപയോഗിക്കുന്നത് ആ ഫോണിലുള്ള ഫയലുകൾ ഹൈഡ് ചെയ്ത് വെക്കാനും ലോക്ക് ചെയ്ത് വെക്കാനും മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സേഫ് ഫോൾഡർ ഉപയോഗിക്കാൻ സാധിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.